പലപ്പോഴും ജീവിതത്തിൽ ഭാഗ്യം തേടി വരുന്നത് അപ്രതീക്ഷിതമായിരിക്കും അല്ലെ. പക്ഷെ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾക്ക് പിന്നിലൊക്കെ ഓരോ കഥകളുണ്ടായിരിക്കും. അത്തരത്തിൽ ഇന്ന് സ്ക്രാച്ച് എമ്മിന്റെ വേദിയിൽ എത്തുന്നത് രണ്ട് ജില്ലയിൽ നിന്നാണ് വരുന്നതെങ്കിലും പറയാനുള്ളത് ഒരു കഥയാണ്. സോ ലെറ്റ്സ് വെൽക്കം വിഷ്ണു ആൻഡ് സമൃദ്ധ. ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ നിന്ന് വരുന്നു. ഹായ്, എൻ്റെ പേര് സമൃദ്ധ. ഞാൻ ഒറ്റപ്പാലത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ തൃശ്ശൂർ PVR ഐനോക്സിൽ സെക്യൂരിറ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ MYUP-ൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്നു. ഹലോ, ഹായ്. ഇത് എല്ലാവരും കൂടി വൈറ്റ് ഇട്ടിട്ട് സമാധാനം മൂടാണല്ലോ, പീസ്ഫുൾ ആയിക്കോട്ടെ. അതെ. അപ്പൊ എന്തായാലും ഉള്ളത് നമ്മൾ തൃശ്ശൂരാണ്. വിഷ്ണു തൃശ്ശൂർ തന്നെയാണ്. പക്ഷെ തൃശ്ശൂരിന്റെ ഒരു അറ്റമാണ് അല്ലെ. പാലക്കാടിന്റെ കാറ്റ് ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കറക്റ്റ് പാലക്കാടുള്ള ഒരാൾ കൂടിയാണ് കൂടിയുള്ളത് അല്ലെ, സമൃദ്ധ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറയായിരുന്നു, വരുന്ന രണ്ട് ജില്ലയിൽ നിന്നാണെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെ കഥ ഒന്നാണെന്നുള്ളത് അല്ലെ. ഒരു കഥയിലെ നായകനും നായികയാണ്. ആ കഥയ്ക്ക് ഏറ്റവും ഭംഗിയുള്ള അല്ലെ വിശേഷങ്ങള് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പറയാനുണ്ട് അല്ലേ. ഇതെന്താണ്, ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് വൈറ്റ് എനിക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എന്താ ഒരു ഫേവറേറ്റ് വൈറ്റ് ആണോ അത് കുറച്ച് സമാധാന പ്രിയരാണെന്ന് അറിയിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ? ഇല്ല, വൈറ്റ് എപ്പോഴും നമ്മള് ചൂസ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഒരു മൈൻഡും കൂടെ പീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ പോകുന്ന എവിടെ പോയാലും നമ്മള് ആ വൈറ്റിൽ തന്നെ പോകും നല്ലത്. ഇത് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ഇടി ഫൈറ്റിനെക്കാട്ടിലും നല്ലതാണല്ലോ വൈറ്റ്. ഇതാവുമ്പോ ദേഷ്യം വന്നാലും കുറച്ച് വൈറ്റിലോട്ട് നോക്കിയാൽ നമ്മളൊന്ന് മറ്റേ ഫ്ലാഗ് കാണിക്കുന്ന പോലെയാണ്. ഇടി കിട്ടുന്നത് കുറച്ച് കുറയും തീർച്ചയായിട്ടും. ഇപ്പൊ എത്ര വർഷമായി ഇടി തുടങ്ങിയിട്ട്? മനസ്സിലായി, ഇടി തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷമായി ഉണ്ട്. ഇനി ആ 4 വർഷം ഒഫീഷ്യലായിട്ട് ഇപ്പൊ രണ്ട് ഫാമിലി അറിഞ്ഞിട്ടുണ്ടാവും. ഒഫീഷ്യൽ ഡേറ്റിലോട്ട് പോവാണെങ്കിൽ എന്നാണ് ഞങ്ങൾക്ക് കല്യാണം കൂടാൻ പറ്റുക? ഒരു റീസെന്റ് ഈ ഒരു ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം മൂവ് ഓൺ ചെയ്യാണ്. ഉണ്ട്, അടുത്ത് തന്നെ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്ക്രാച്ച് എം പിന്നെ 3 റൗണ്ട് പോകുന്നതും സിനിമയായി ബന്ധപ്പെട്ട ഷോയാണ്. അപ്പൊ ഒരു പക്ഷേ സിനിമയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് വിഷ്ണു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. അല്ലെ? ഉണ്ട്. കാരണം നമ്മളൊക്കെ സിനിമയെ ആശ്രയിക്കുന്നതിൽ ഇപ്പൊ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന അല്ലെ PVR-ന്റെ അല്ലെ ഒരു പ്രധാനി കൂടിയാണ്. അപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ PVR ഐനോക്സിലാണ് നമ്മുടെ തൃശ്ശൂർ ശോഭ സിറ്റി മാളില്. അപ്പോ അവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ സെക്യൂരിറ്റിയുടെ മാനേജർ ആയിട്ടാണ്. ദെൻ മൂവീസ് കാണാം, എൻജോയ് ചെയ്യാം, എന്റർടൈൻമെന്റ് ഒരു ഫീൽഡിലാണ്. സോ നമുക്ക് തിയേറ്ററായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴേ ഫ്രീ ആയിട്ട് സിനിമ കാണാന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് നമ്മൾ പറയും. അതല്ല, അത് തന്നെയാണ് പ്രധാന ഇഷ്ടപ്പെട്ട കാരണം. അല്ല, അത് തന്നെ പ്രധാനപ്പെട്ടത്. കാരണം സിനിമയ്ക്ക് നമുക്ക് ബാക്കി ആർക്കും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ സിനിമയ്ക്ക് ചെയ്യാം. സിനിമയ്ക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. സിനിമയ്ക്ക് നമ്മളെ നമ്മുടെ മൂഡ്സ് ചേഞ്ച് ചെയ്യാം. സിനിമയ്ക്ക് നമ്മളെ ഓക്കെ ആക്കാം. കാരണം നമ്മൾ ഒന്ന് റിലാക്സ് ആവണമെന്ന് ആലോചിച്ചാൽ നമുക്ക് കയറി ഒരു മൂവി കണ്ട, അല്ലെങ്കിൽ ഒരു മൂവി സീൻ കണ്ട, അല്ലെങ്കിൽ ഒരു സോങ് കണ്ട, നമ്മൾ അത്രയും ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ അത്രത്തോളം അഡിക്ഷൻ ആണ് അല്ലെ. അത്രത്തോളം അഡിക്ഷൻ. സിനിമ ഓ സമൃദ്ധ അങ്ങനെ വന്ന ഫസ്റ്റ് സമൃദ്ധ നല്ല ഇടി കിട്ടും. അതുകൊണ്ട് നല്ല ഇടി കിട്ടുന്നത് മാത്രമല്ല നമുക്ക് ഇത് 4 വർഷമായിട്ടുള്ള ഇഷ്ടമാണ്. അതെ. സിനിമയാണെങ്കിൽ എത്ര വർഷം പറയാൻ പറ്റും? സിനിമയാണെങ്കിൽ കുറച്ചും കൂടെ പുറകോട്ട് പോകേണ്ടി വരും. അതെ, ഇവിടെ PVR സിനിമകളും ഭാഗത്ത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. സമൃദ്ധ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് MYUP-ല്. എവിടെ? ശോഭ സിറ്റി തന്നെ. ഓക്കെ, ഭയങ്കര ബുദ്ധിപരമായ നീക്കാണെന്നുള്ളത് മനസ്സിലാവില്ല അല്ലെ. കല്യാണം ഇപ്പൊ 1 വർഷം 2 വർഷം കുഴപ്പമില്ല, ഇടയ്ക്ക് എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും സിനിമാ വിശേഷങ്ങൾ കുറെ അറിയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അല്ലെ ഒരു സംശയമില്ല. നമ്മൾ പോകുന്നതും സിനിമയായി ബന്ധപ്പെട്ട 3 റൗണ്ടിലൂടെയാണ് അല്ലെ. അതിന്റെ സന്തോഷം കൂടി തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സന്തോഷം സ്ക്രാച്ച് ചെയ്യുന്നതിലൂടെ കുറെ എമൗണ്ട് നേടാനും കൂടി നിങ്ങൾക്ക് പറ്റണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 3 റൗണ്ട് ആയിരിക്കും. ഫസ്റ്റ് റൗണ്ടിൽ 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിൽ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുമ്പോൾ 30 സെക്കൻഡ്സ് എന്നുള്ളത് 1 മിനിറ്റ് ആയിട്ട് മാറും. ഒപ്പം തന്നെ അത് ഫേസ് ടു ഫേസ് ആയിരിക്കും. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങളിലൂടെ തന്നെ ക്ലൂ ആയിട്ട് മാറും. ആൻഡ് ഫൈനൽ 3rd റൗണ്ടിലെ നിങ്ങളുടെ ഉള്ളിലെ കലാകാരനെ പുറത്തെടുക്കുന്ന ഒരു റൗണ്ട് കൂടിയാണ്. വരയിലൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള ക്ലൂ കിട്ടുക. ഓക്കെ, സോ 3ഉം സിനിമയെ ബന്ധപ്പെട്ടാണ്. അപ്പൊ സിനിമ ഇതുവരെ ഇഷ്ടപ്പെട്ട പോലെ നിങ്ങളെ ഭാഗ്യം തേടിയുള്ള യാത്രയിലും നിങ്ങളെ അല്ലെ വിജയിപ്പിക്കട്ടെ എന്നും കൂടെ പറയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം. കോയിൻ ഇവിടെ ഇരിക്കട്ടെ, കാർഡ് ഇവിടെ വെച്ചോളൂ. ഉത്തരം ശരിയാകുമ്പോൾ മാത്രമേ നമുക്കത് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. യെസ്. സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഇഷ്ടം തോന്നാറുള്ള ഒരു ഇതാരായിരിക്കും? കപ്പിൾസ് ആണോ? കപ്പിൾസ് എന്ന് പറയാനില്ല, നമുക്ക് ഓൾമോസ്റ്റ് സൂര്യ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴാണ് കുറച്ചുകൂടി. നായകൻ ഫാനാണ്. ഓക്കെ, അടിപൊളി അല്ലെ. എന്തായാലും സൂര്യ ജ്യോതിക അല്ലെ, അവരെ റിയൽ ലൈഫിൽ നിന്ന് റിയൽ ലൈഫിലോട്ട് ഒന്നിച്ചിട്ടുണ്ട്. അപ്പൊ
ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് നമുക്ക് പോയാലോ? Yeah, sure. റെഡി. അപ്പൊ അത്തരത്തിൽ തിരശ്ശീലയിൽ സ്ക്രീനിൽ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട കുറെ അധികം അല്ലെ കപ്പിൾസ് ഉണ്ട്. പക്ഷെ ഒരു സിനിമയിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നു. ജീവിതത്തിലും അവർ ഒരുമിച്ച 5 കപ്പിൾസിന്റെ പേരാണ് നിങ്ങൾക്ക് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ദിലീപേട്ടൻ, കാവ്യമോദൻ, okay, ബിജു മേനോൻ, സമൃദ്ധ, യെസ്, then സമൃദ്ധ, ഇത് അത് സംയുക്ത. സംയുക്ത. അടുത്തത് then അതുപോലെ തന്നെ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമൃദ്ധ ഇതിൽ മത്സരിക്കാനുള്ളതാണ്. സൂര്യ ജ്യോതിക, മലയാളം. ഓക്കെ മലയാളത്തിൽ 5 4 3 2 1 ടൈംസ് അപ്പ്. ഇത് കൗണ്ട് എടുത്ത് പിന്നെ ഇതാണ് സമൃദ്ധ. എന്താ ഇതിൽ മത്സരിക്കാൻ വന്നതല്ലേ? എന്തായാലും ഉത്തരം തുടക്കം ഗംഭീരമായിരുന്നു. പക്ഷെ നമുക്ക് സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റണം എന്നുള്ള കൂടിയുണ്ട്. ഞാൻ അതുപോലെ തന്നെ സംസാരം മാത്രമല്ല അല്ലെ, ഉത്തരങ്ങൾ കൂടി സമൃദ്ധ ഇവിടെ വരണം. ഇവിടെ ഉത്തരത്തിൽ വരെ മനസ്സിൽ മുഴുവൻ സമൃദ്ധ കൊണ്ടുനടക്കുന്നതുകൊണ്ട് ഉത്തരം വരെ സമൃദ്ധയും മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ തുടക്കം കുഴപ്പമില്ല. നമുക്ക് ഒരു കാർഡാണ് നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റാതിരിക്കുക. പക്ഷെ ഇനി ഇവിടെ അങ്ങോട്ട് അല്ലെ 3 റൗണ്ടായിട്ട് 5 കാർഡുകൾ കൂടെ 5 അവസരങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പൊ എന്തായാലും ഈ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല, ഉത്തരം ശരിയാവാത്തതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം. ആ കാർഡിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു പക്ഷെ അതൊരു ഫസ്റ്റ് കാർഡാണ്, ഞങ്ങളുടെ ഭയങ്കര ഭാഗ്യം അതിലുണ്ട്, വലിയ എമൗണ്ട് ആണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ കാർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇനി അതല്ല തുടക്കം തന്നെ പാളിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് സ്ക്രാച്ച് ചെയ്ത് കളയാം. എന്ത് വേണം? കാർഡുമായി മുന്നോട്ട് പോകണോ അതോ കാർഡായിട്ട് മുന്നോട്ട് പോവാം? അതിൽ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം രക്ഷിക്കട്ടെ. ഞാൻ തൃശ്ശൂരിന് മണ്ണിലാണ് നിൽക്കുന്നത് അല്ലെ. തൃശ്ശൂരിൽ കുറെ അധികം അല്ലെ ആർട്ടിസ്റ്റുകൾ കൊണ്ട് സമ്പന്നമാണ് അല്ലെ. അത്തരത്തിൽ തൃശ്ശൂരിന്റെ ഹീറോ പരിവേഷത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ആരായിരിക്കും? തൃശ്ശൂരിന്റെ ഹീറോ പരിവേഷത്തില് തൃശ്ശൂരിൽ സ്വന്തം സൂപ്പർ ഹീറോ ഉണ്ട് അല്ലെ. ആരാണ്? നമുക്ക് ഇപ്പൊ മലയാളത്തിലെ സൂപ്പർ ഹീറോ മൂവി ഏതാ? നമുക്ക് മിന്നൽ മുരളി. യെസ്. അപ്പൊ എവിടെയാണ് അല്ലെ? യെസ്. അപ്പൊ തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുട തൃശ്ശൂരിന്റെ ഭാഗമാണ്. സോ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ടോവിനോ കുറെ സിനിമകളിൽ നമ്മൾ കണ്ടു നായകനായിട്ട് അല്ലെ. ടോവിനോയുടെ നായികയായിട്ട് വന്നിട്ടുള്ള 5 പേരാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടോവിനോയുടെ നായികയായിട്ട് നായികന്മാരുടെ പേര് ഇഷ്ടംപോലെ നായകന്മാരുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. സിനിമകൾ ആലോചിച്ചാൽ തന്നെ കിട്ടും. പള്ളിച്ചട്ടമ്പിയിലെ നായിക ഇപ്പൊ അല്ലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അല്ലെ കിടിലൻ റൊമാൻറ്റിക് മൂവി ഉണ്ട് ടോവിനോയ്ക്ക്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 4 3 2 നായകന്മാർ തന്നു ഓൾറെഡി. ട്രെയിൻ എന്താ? തീവണ്ടി നായകാരാ? സംയുക്ത. യെസ്. ഓൾറെഡി സമൃദ്ധമായി കണക്ട് ചെയ്തിരിക്കുന്നതാണ്. റൊമാൻറ്റിക് സോങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. മായാനദി നമുക്ക് തന്നിട്ടുണ്ട്. ആരായിരുന്നു നായിക? ഐശ്വര്യലക്ഷ്മി. സിനിമ പറഞ്ഞു പള്ളിച്ചട്ടമ്പി ഇത്രയും നന്നോണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ നിന്ന് വന്ന കയാതുമാണ് അല്ലെ. അപ്പൊ കുറെ സിനിമകൾ നമുക്ക് ഒപ്പം ഉണ്ടായിരുന്നു. കീർത്തി സുരേഷ് ഉണ്ടായിരുന്നു വാശിയിലൂടെ. ഇതൊന്നും പെട്ടെന്ന് ആലോചിച്ചപ്പോ വന്നില്ല. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഒരു നായികയുള്ളൂ. എത്ര സിനിമ കഴിഞ്ഞാലും ആ നായികയുടെ പേര് എന്താണ്? സമൃദ്ധ അല്ലെ. അങ്ങനെയൊന്നും അങ്ങനെ പറയാൻ പറ്റൂ. ആദ്യത്തെ റൗണ്ടിലെ 2 അവസരങ്ങൾ അല്ലെ, നമുക്ക് ഒരു കാർഡ് പോലും സ്ക്രാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുണ്ട്. അപ്പൊ നിർഭാഗ്യങ്ങളിൽ നിർഭാഗ്യമാണ് തുടങ്ങിയത്. നമുക്ക് ഭാഗ്യമായിട്ട് വരണം വേണ്ടേ? പ്രത്യേകിച്ച് നിങ്ങളുടെ 4 വർഷത്തെ ആ ഭാഗ്യം അല്ലെ, നിങ്ങളുടെ ഇഷ്ടത്തിലെയും പ്രണയത്തിലെയും ഭാഗ്യം ഇവിടെ കൂടി വരണം. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ 2 കാർഡും വിഷ്ണു ആൻഡ് സമൃദ്ധയ്ക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് നേടാൻ നമുക്ക് കംബാക്ക് അല്ലെ, അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് നേടാൻ പറ്റുന്ന റൗണ്ട് ആയിട്ട് ഇവിടെ മാറണം. നിങ്ങളുടെ കാർഡ് ഓൾറെഡി അവിടെ അല്ലെ നിങ്ങളുടെ കൈവശം തന്നെ ഇരിക്കുകയാണ്. സോ അത് കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണോ? എന്ത് വേണം? വിശ്വാസം അതിൽ തന്നെയായിട്ട് അല്ലെ ഇരിക്കുകയാണ്. അപ്പൊ ഇനി ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്ലസ്, നിങ്ങൾക്ക് ഈ 30 സെക്കൻഡ്സ് എന്നുള്ളത് അല്ലെ ഇരട്ടിയാവും പോവാണ്. നിങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ചുകൂടെ സമയമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിന്നുള്ള നിങ്ങളുടെ ടീം വർക്ക് അവിടെ നിന്നുകൊണ്ടായിരിക്കില്ല, ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരാൾ എന്റെ അടുത്തോട്ട് വരും. ആൾക്ക് ഞാൻ ഒരു മൂവി ഡയലോഗ് തരും. ആ ഡയലോഗ് പറഞ്ഞ് കേൾപ്പിക്കുക. അത് മനസ്സിലാക്കിക്കുന്ന രീതിയിൽ ക്ലൂ കൊടുക്കാം. ബോഡി ലാംഗ്വേജിലല്ല, വോയിസ് മോഡുലേഷനിൽ മാറ്റി കൊടുക്കാം. അപ്പൊ അപ്പുറത്തെ ആള് ആ മൂവി ഏതാന്നുള്ളത് ഗസ് ചെയ്യണം. ഗസ് ദ മൂവി റൗണ്ട് ആണ്. ഓക്കെ. സോ ആരാ ഫസ്റ്റ് എന്റെ അടുത്തോട്ട് വരാൻ പോകുന്നത്? നിങ്ങൾ തമ്മിലുള്ള കളിയാണ്. ഓക്കെ. സോ ഞാൻ ഫസ്റ്റ് ഡയലോഗ് ഇവിടെ കൊടുക്കും. ഇത് ആദ്യം ഒന്ന് മനസ്സിൽ വായിച്ചോളൂ. ഇവിടെ നിങ്ങോട്ട് റീഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സമയം തരാം. റീഡബിൾ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഞാൻ സമയം തരട്ടെ. ഓക്കെ. സോ ഡയലോഗ് കേൾക്കാൻ വിഷ്ണു റെഡിയാണോ? വിഷ്ണു റെഡിയാണെങ്കിൽ സമൃദ്ധ ഡയലോഗ് പറയാനും റെഡിയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ.
വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ബൈ. കോർപ്പറേറ്റ് ലോയും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒന്നും പഠിച്ചിട്ടുമില്ല. എന്നാലും 10ന് വാങ്ങിയത് 20ന് വിൽക്കാൻ ശ്രമിക്കണമെന്ന ചിന്ത നിയമം അറിയാം. ഈ സിറ്റിങ്ങോട് കൂടി ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി. കയ്യിലുള്ള മുതലിന് ആവശ്യക്കാരുണ്ട് ഒരുപാട്. സുരേട്ട, സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും പോട്ടെ. കുഴിയിൽ വീണ് കുടുങ്ങുന്നവന്റെ നേരെ കൈ നീട്ടിയില്ലെങ്കിലും സമയം നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡയലോഗ് പറയുന്നതിന്റെ ഒപ്പം തന്നെ മലയാളത്തിന്റെ ഒരു യൂത്ത് സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഹിറ്റ് മൂവിയാണ് ഇന്ത്യൻ റുപ്പി, പൃഥ്വിരാജ്. അതിൽ ഈ ഡയലോഗ് ആരാ പറയുന്നത്? അതിൽ ഈ ഡയലോഗ് നമ്മുടെ പൃഥ്വിരാജാണ് പറയുന്നത്. മൂവി ഉറപ്പാണോ? പൃഥ്വിരാജോ അതോ ഇന്ദ്രജിത്ത് മാറുന്ന പ്രശ്നമില്ല, മൂവി കറക്റ്റ് ആയിരിക്കും. ഇന്ത്യൻ റുപ്പി ലോക്ക് ചെയ്യാവോ? ഇന്ത്യൻ റുപ്പി ലോക്ക് ചെയ്തോ. റൈറ്റ് ആൻസർ. ഏതിലാ കിട്ടിയ? ഏത് പോയിന്റിൽ കിട്ടിയ? 10ന് മറ്റേത് 20ന് കൊടുക്കാം കിട്ടും എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ കൃത്യമായിട്ട് ആ മൂവി ലവറിന്റെ ഗുണങ്ങളൊക്കെ പുറത്തോട്ട് വിഷ്ണുവിൽ വന്നോട്ടുണ്ട്. ഇത് ആക്ച്വലി സമ്മർദ്ദം ഒപ്പം നിൽക്കുന്നതായിരുന്നു പ്രശ്നം. വിഷ്ണു അവിടെ നിൽക്കുമ്പോ ഒന്നും വന്നിരുന്നില്ല, ഇങ്ങോട്ട് വന്നപ്പോ പക്ഷെ ആ ഡയലോഗ് കുറച്ചുകൂടി ഹാർഡായിട്ട് പറയണ്ട. പക്ഷെ അത് സോഫ്റ്റ് ആയി പറഞ്ഞ കോലം ഉണ്ടല്ലോ, 10ന് കിട്ടിയത് 20ന് കൊടുക്കും. അപ്പൊ തന്നെ മനസ്സിലായി ഇത് എന്തോ ഭയങ്കര കനമുള്ള ഡയലോഗ്. അപ്പൊ ഇത് പറയാൻ പറ്റിയാല് പൃഥ്വിരാജാണ്. കനം നോക്കിയിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും കനം കുറച്ച് സമ്മർദ്ദം പറഞ്ഞാലും കനം കൂട്ടി തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് 3ാമത്തെ അവസരത്തിലാണ് ഫസ്റ്റ് കിട്ടിയ കാർഡ് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റണേ എന്നുള്ള അല്ലെ പ്രത്യേകത കൂടി ഉണ്ട്. ഇത് തുടരണം. ഓക്കെ, സോ കാർഡ് തന്നോളൂ. സ്ക്രാച്ച് ചെയ്യണ്ടേ? സ്ക്രാച്ച് ചെയ്യാം. യെസ്, നിങ്ങൾ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് കാർഡ് അല്ലെ ഐശ്വര്യമായിട്ട് ഉറച്ചുകൊണ്ടേ ഇരുന്നോളൂ. നമുക്ക് എത്രയാണ് നമുക്ക് എമൗണ്ട് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഫസ്റ്റ് കാർഡ് അവർക്ക് തുടക്കം മുതൽ അവരുടെ കാർഡ് ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആ കാർഡിലെ 2 ചാൻസിലും ഫസ്റ്റ് റൗണ്ടിലെ സ്ക്രാച്ച് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഫൈനലി സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് ചാൻസിൽ തന്നെ സ്ക്രാച്ച് ചെയ്തു. 2 അക്കത്തിലാണ് തുടങ്ങിയത് 75. പക്ഷെ ആ 75 എന്നുള്ളത് ഇനി ഇവിടെ അങ്ങോട്ട് 3, 4, 5 ഒക്കെ കാർഡിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, കാർഡ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. അതിലൂടെ കൂടുതൽ എമൗണ്ട് ആയിട്ട് വരട്ടെ, കൂടുതൽ ശരി ഉത്തരങ്ങൾ സംഭവിക്കട്ടെ, ഭാഗ്യം സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ ആള് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാർഡ് കൂടെ സെലക്ട് ചെയ്തോളൂ. സ്വാക്കങ്ങൾ കൂടട്ടെ. ഭാഗ്യം സമൃദ്ധിയിലൂടെ വരാൻ പോകുന്നതും കൂടെ അറിയാനുള്ള സമയമാണ്. റെഡി? ഓക്കെ, ഇനി ആ കാർഡായിട്ട് സമൃദ്ധ അവിടെ നിന്നോളൂ. വിഷ്ണു പോകുന്നു. സമൃദ്ധയിലൂടെ അല്ലെ ഡയലോഗിന് മൂവി പറഞ്ഞു. നേരെ ഇനി വിഷ്ണുവാണ് ഡയലോഗ് പറയണ്ടേ. സമൃദ്ധ റെഡി? നമുക്ക് ഇനി കാർഡുകൾ നമ്മൾ ഒന്നും മിസ് ചെയ്യരുത്. നമ്മൾ മാക്സിമം എമൗണ്ട് നേടാനുള്ള സമയം കൂടിയാണ്. സോ ഞാൻ കാർഡ് തരട്ടെ? ഓക്കെ. സത്യത്തിൽ ഇടയ്ക്ക് പറയാൻ ആഗ്രഹിച്ചൊരു ഡയലോഗാണ്. അപ്പൊ എന്തായാലും ജീവിതത്തിൽ നിന്ന് അല്ലെ പറിച്ചെടുത്ത ഡയലോഗ് കൂടിയാണ്. സോ റെഡിയാണ്? പറയാൻ റെഡി അല്ലേ? പറയാൻ റെഡിയാണ്. സോ സമൃദ്ധ, റെഡി? സോ റെഡി, സെറ്റ്, ഗോ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണെന്ന്, ചിലപ്പോ തോന്നും നീ വലിയ ഒരാളാണെന്ന്. സത്യത്തിൽ നീ ആരാ? ഓക്കെ, ആ നീ ആരായാലും ഉണ്ടാകുന്ന നടൻ. നീ ആരാ? ഓക്കെ, എങ്ങനെ പൊതുവെ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ഉണ്ട്. വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴേലും ഒക്കെ പേപ്പർ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മലയാളത്തിന്റെ ഒരു ജനപ്രിയ നായകന്റെ സിനിമയാണ് ഇത്. പേപ്പർ വായിക്കുന്ന ആരാണെങ്കിലും ഏത് മലയാളിയാണെങ്കിലും ഈ വാക്കിലൂടെ ഒരു ദിവസം കടന്നു പോവാതിരിക്കില്ല. സോ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു ക്ലൂ തരാനില്ല. കുറച്ചുകൂടെ ആലോചിച്ചു. എന്തെങ്കിലും ഗസ് പറഞ്ഞുകൊണ്ടിരുന്നോളൂ. ഓക്കെ, മൂവീസ് പറഞ്ഞോ കുറച്ച്. സോ 5, 4, 3, 2, 1. പേപ്പർ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? പേപ്പർ ഞാൻ വായിക്കുന്നത് കുറവാ. ഉണ്ട്. നമ്മൾ ഈ ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് കഴിഞ്ഞ ന്യൂസിന്റെ ഒപ്പം അത് ആരാണ് എഴുതിയെന്നുള്ളൊരു ഒരു ഷോർട്ട് ഫോം യൂസ് ചെയ്യാറുണ്ട്. ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് എഴുതി എന്നുള്ളത്? അത് ആര് എഴുതി എന്നുള്ളതിന് ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഒരു വാക്ക് ഉപയോഗിക്കും. സ്വന്തം ലേഖനം എന്ന് കണ്ടിട്ടുണ്ടോ? അതിന് സോലെ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. കുഴപ്പമില്ല, നമ്മള് അടുത്ത റൗണ്ടിലെ നമ്മൾ പൂർവാധീന ശക്തിയോടെ തിരിച്ചു പിടിക്കും. ഓക്കെ, സോ കാർഡ് തന്നോളൂ. ആൻഡ് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ കാർഡ് സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരമില്ല. സോ എന്ത് വേണം? ആ കാർഡ് അവിടെ കീപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് പുതിയ കാർഡായിട്ട് മുന്നോട്ട് പോകണോ?
പുതിയ കാർഡ് ഡിസിഷൻസ് പുതിയ കാർഡ് വേണം അല്ലെ. സോ അതിലൊരു 5 6 ഒക്കെ ആയിരിക്കും അല്ലെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അത് സ്ക്രാച്ച് ചെയ്ത് നമുക്ക് നോക്കിയാൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത്. നോക്കിക്കോളൂ. ഇനി വലിയക്കം കിട്ടുമ്പോഴായിരിക്കും അടുത്ത നെഞ്ചുവേന വരും. ഈ കൈ കൊണ്ട് തന്നെ ബാഗിൽ ഈ കൈ കൊണ്ട് തന്നെ വെച്ച് നോക്കാം. ഓക്കെ, വിഷ്ണുവിന്റെ മൂളല് കേട്ടിട്ട് കുറച്ച് വലുതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും 75 ആയിരുന്നു, 75 ആയിരുന്നു. പക്ഷെ അവർക്ക് നേടാനാവാത്ത എമൗണ്ട് 2 അല്ല 3 സോ ഒരു 500 അല്ലെ നേടാനുള്ള സമയം. പക്ഷെ അല്ലെ കുഴപ്പമില്ല, നമ്മളത് ഫൈനൽ റൗണ്ടില് എല്ലാരും കൂടെ ചേർത്ത് അല്ലെ പിടിക്കും. ഉറപ്പല്ലേ? ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കാണിച്ചേ, വാക്കിൽ കാണിച്ചേ. ഓക്കെ, അപ്പൊ എന്തായാലും നേടാത്ത കാർഡ് സൈഡിലിരിക്കട്ടെ. നേടുന്ന കാർഡുകളെല്ലാം ഇനിയും വരട്ടെ നിങ്ങളിലേക്ക്. ഓക്കെ, ആ നിർഭാഗ്യം അപ്പാടെ മാച്ച് കളഞ്ഞ് ഭാഗ്യത്തിന്റെ ട്രാക്കിലോട്ട് പോവാൻ ഇനി ഒരു റൗണ്ടും 2 അവസരങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. സോ കംബാക്ക് കാണില്ലേ? കാണും. ആ കാണുന്നത് അല്ലെ ഉത്തരത്തിലും കാണണം, കാർഡിലും കാണണം. സോ അവരുടെ കംബാക്ക് റൗണ്ടിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടതുണ്ട്. ഫൈനൽ റൗണ്ടിലോട്ട് എത്തുമ്പോൾ 75 മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട്. ഓക്കെ, നേടാൻ കുറെ അല്ലെ അക്കങ്ങൾ ഇവിടെ ഉണ്ട്. അക്കങ്ങളൊക്കെ നിങ്ങൾ നേടി പോകണം എന്നുള്ളത് തന്നെയാണ് എന്റെയും ആഗ്രഹം. നേടാനുള്ള കളിക്കളത്തിലേക്ക് അല്ലെ ഒരു പ്രോപ്പർട്ടി കൂടെ എത്തുകയാണ്. സോ ഇതുവരെ വേർബലി ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വാമൊഴിയാണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ക്ലൂ ഒക്കെ തന്നിരുന്നത്. ഇനി അത് വരയിലൂടെ കൂടെ അല്ലെ നിങ്ങളിലേക്ക് അത് മാറാൻ പോവാണ്. സോ റെഡി? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇനി എന്ത് വേണം? കാർഡ് വേണം. ഓക്കെ, സോ ആരാദ്യം വരാൻ പോകുന്നത്? നേരത്തെ അല്ലെ നമ്മൾ തന്നെയാണ് വന്നത്. ലേഡീസ് ഫസ്റ്റ് അല്ലെ, തള്ളി വിടും ഇങ്ങോട്ട്. ഓക്കെ, നേരത്തെ അവിടെ നിന്നുകൊണ്ട് ക്ലൂ കിട്ടിയപ്പോ അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയലോഗ് കേട്ടപ്പോ ബോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡയലോഗ് ഇല്ല. സമൃദ്ധയുടെ വരയിലാണ് വിശ്വസിക്കേണ്ടത്. സോ തരട്ടെ? സോ ഇത് നോക്കിക്കോളൂ. ഓക്കെ, കിട്ടിയില്ലല്ലോ. നേച്ചുറായിട്ട് പിടിച്ചോളൂ. ഓക്കെ, ഇനി ഇവിടെ സൈഡിൽ നിന്നോളൂ. ഞാൻ വിഷ്ണുവിന്റെ സൈഡിലുണ്ടായിരിക്കും. സമയം തരുമ്പോ വരച്ചു തുടങ്ങണം. അതുവരേക്കും അല്ലെ ആലോചിക്കാം എങ്ങനെ വരയ്ക്കണം, എന്തൊക്കെയാണെന്നുള്ളത്. വിഷ്ണു, അപ്പൊ നമ്മള് ടീമായി ഇപ്പോ. ഓക്കെ, സോ റെഡി സെറ്റ് ഗോ. ഓക്കെ, മൂക്കും പിരികൊക്കെ ഉണ്ട്. നായികയാണ്, ലീഡിംഗ് റോള് ലേഡി ക്യാരക്ടറാണ്. എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗസ് ചെയ്തോണ്ടിരിക്കും. പൃഥ്വിരാജിന്റെ മൂവിയാണോ? മലയാളം മൂവി പൃഥ്വിരാജിന്റെ. ഇന്ത്യയുടെ ഭൂപടമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ആ അപ്പൊ ഇന്ത്യൻ സിനിമയാണ് അല്ലെ? ഇന്ത്യൻ സിനിമ, ഒരു ഇന്ത്യൻ പ്രണയകഥ. കുറച്ചുകൂടെ അതില് ക്ലൂ കൊടുക്കാൻ പറ്റും. ദിലീപേട്ട മൂവി കേരള സ്റ്റോറി. 3 കേരള സ്റ്റോറി 2 1 22 ആ സ്റ്റേറ്റ് ഏതാ? കേരളത്തിലുള്ളത് ആരാ? കേരളത്തിൽ ആരെ കാണാ? കുന്നും മലയും പുഴയൊന്നും പറയരുത്. കേരളത്തിലുള്ളവരെ എന്തെന്ന് പറയാ? മലയാളി. ഓക്കെ, ഇനി ആദ്യം മലയാളി ഫ്രം ഇന്ത്യ. ആണോ? മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. പക്ഷെ ക്ലൂ നല്ലതായിരുന്നു അല്ലെ, അത് സമ്മതിച്ചു കൊടുക്കണം. ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ പ്രണയകഥ വരെ വന്നു. പക്ഷെ മലയാളി ഫ്രം ഇന്ത്യയിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു കാർഡ് കൂടെ അല്ലെ ട്രൈ ചെയ്യാൻ പറ്റാതെ വരികയാണ്. തന്നോളൂ. അപ്പൊ എനിക്കൊന്ന് ഇന്ത്യ ആദ്യം വരയ്ക്കാനേ ആദ്യമേ ക്ലൂ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പറ്റുമായിരുന്നു. കാർഡ് ഇപ്പൊ കയ്യിലുണ്ട്. കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. കാർഡുമായിട്ട് അടുത്ത അവസരത്തിലോട്ട് മുന്നോട്ട് പോകണോ? എന്ത് വേണം? കാർഡ് മുന്നോട്ട് പോകണ്ട. ഡിലിയൊക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകണ്ട. വേണ്ട, നമുക്കുള്ളതായിരിക്കില്ല. സ്ക്രാച്ച് ചെയ്തോളൂ. അപ്പൊ എന്തായാലും 500 എന്ന നഷ്ടപ്പെട്ട 500 എന്ന നാടകത്തിന് ശേഷം വിഷ്ണു സമൃദ്ധ അവതരിപ്പിക്കുന്നു. നഷ്ടപ്പെട്ട 300 അല്ലെ? അപ്പൊ 300 500 800 നഷ്ടപ്പെട്ട ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ വലുത് പോകുന്നുണ്ട്. കിട്ടിയതാണെങ്കിൽ 75 ആണ് അല്ലെ? സോ എവിടേക്കോ നിങ്ങളുടെ നഷ്ടപ്പെട്ടതിനൊക്കെ ചേർത്ത് വലിയൊരു നേട്ടം അല്ലെ നിങ്ങളുടെ ഫൈനൽ അവസരത്തിൽ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ നേടും വേണം. ഓക്കെ, അപ്പൊ ഇപ്പുറത്താണ് കൂടുതൽ, നമുക്ക് അപ്പുറത്താണ് കൂടുതൽ വേണ്ടത്. റെഡി? അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അല്ലെ നേരത്തെ സമൃദ്ധ വരച്ചു. ഇനി വരയ്ക്കേണ്ടത് അല്ലെ വിഷ്ണുവാണ്. അപ്പൊ ഈ മുമ്പായിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഭാഗ്യ നിർഭാഗ്യ പരീക്ഷണങ്ങളിലെ ഏറ്റവും ഭാഗ്യം ഉണ്ട് എന്നുള്ള അറിയാനുള്ളത് ഇതിലൊരു കാർഡാണ്. റെഡി? സോ
ദ ബെസ്റ്റ് കാർഡ് ഏതാണോ അത് തന്നെ നോക്കിയെടുത്തോളൂ. യെസ്, അപ്പൊ എന്തായാലും കാർഡ് അവിടെ ഉണ്ട്. സോ വിഷ്ണു അല്ലെ, ഇനി ഡയലോഗ് പറഞ്ഞു തെളിയിച്ചു, ഇനി ഇത് വര തെളിയണം, നമ്മുടെ തലവര കൂടി തെളിയണം. ഓക്കെ, വരും. എനിക്ക് ഉറപ്പാണ് വിഷ്ണു ഒരു ഫേവറേറ്റ് മൂവിയാണത് അല്ലെ? എനിക്കൊന്നു മലയാളികളുടെ ഒക്കെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. ഇവിടെ നോട്ടെ, ഇത് പിടിച്ചോളൂ. ക്ലൂ ഒക്കെ ഏതെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഐ കോണ്ടാക്ട് പരിപാടി ഒന്നും അറിയില്ലല്ലോ, നോക്കിയിട്ടൊക്കെ ഉത്തരം പറയിപ്പിക്കുന്ന പരിപാടി വിദ്യ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും സ്റ്റോപ്പ് വാച്ച് ആയിട്ട് അപ്പുറത്തുണ്ടായിരിക്കും. ഓക്കെ, കണ്ണുകൊണ്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ വിഷ്ണു, ആർ യു റെഡി? യെസ്. സോ 3, 2, 1, here we go. ബുദ്ധിപരമായി ഓക്കെ, ഗസ് ചെയ്തുകൊണ്ടിരുന്നോളൂ. നല്ല അറ്റംപ്റ്റ് ആണ്. കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നോളൂ. നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു പിടിക്കാനുള്ള അവസാന ചാൻസ് ആണ്. അത്രയും കിടിലൻ ഫ്രെയിമുകൾ കൊണ്ട് ഭംഗിയുള്ള വിഷ്വൽ ട്രീറ്റ് നൽകിയിട്ടുള്ള മലയാള ചിത്രമാണ്. അതെന്താ കുട്ടിയാണോ ആയിരിക്കുന്നത്? ഓക്കെ, മേലെ എന്താ കിടക്കുന്ന എന്താ മാവില്? മാങ്ങ. ഓക്കെ, അത് വെച്ച് ആലോചിക്കേ. ഓക്കെ, മാങ്ങ ഉള്ളത് എന്തിലായിരിക്കും? മരത്തിന്റെ എന്തിലായിരിക്കും? ഇതൊന്നും വലിയ ക്ലൂ എനിക്ക് തരാൻ പറ്റില്ല, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അത് ആരെ വരച്ചല്ലേ? മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്. ആ കൊമ്പ് ലാസ്റ്റ് സെക്കൻഡ്സ് പോവാണ്. വേറെ ഉത്തരം മാറില്ലല്ലോ? ഇല്ല. റൈറ്റ് ആൻസർ ആണോ? ലോക്ക് ചെയ്യാവോ? കുറെ അധികം ശ്രമിക്കോടുകൂടി എന്തായാലും അല്ലെ റൈറ്റ് ആൻസർ ആ ഒരു ഫൈനൽ ചാൻസ് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. യെസ്, അപ്പൊ എന്തായാലും ഈ കാർഡ് ഇനി ഒരയ്ക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ, പാലക്കാട് അല്ലേ? യെസ്. ഫൈനലി എങ്ങനെ രണ്ടക്കത്തിൽ തുടങ്ങി നിർഭാഗ്യങ്ങളോടെ വന്ന് ഭാഗ്യം എത്തിയിട്ടുള്ള റൗണ്ട് കൂടിയായിട്ട് അവസാനിക്കുമ്പോൾ 1500 ആണ്. സോ 75 ഓൾറെഡി നേടിയിട്ടുണ്ട്. സോ 1575 രൂപയാണ് ടോട്ടൽ നേടിയിട്ടുള്ളത്. ചെറിയ എമൗണ്ട് അല്ല, നാലക്കത്തിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലെ? പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഒന്ന് അല്ലെ ചെറുതായിട്ടൊക്കെ നിർഭാഗ്യം വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. നമുക്ക് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അല്ലെ? അപ്പൊ ക്യാഷ് പ്രൈസിന്റെ ഒപ്പം തന്നെ കുറച്ച് അധികം സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ തരട്ടെ. റെഡി. മനസ്സിനെ തൊട്ടുണർത്തുന്ന പ്രകൃതിയുടെ രുചിക്കൂട്ട് OG ഫുഡ് പ്രോഡക്ട്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ സംരക്ഷിക്കാൻ റോയൽ ട്രീ ഫുഡ് പ്രോഡക്ട്സിന്റെ ഒരു സ്പെഷ്യൽ ഒലീവ് ഓയിൽ ആണ്. 25 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിന്റെ സ്വപ്നമായി മാറിയിട്ടുള്ള കുക്കീസിന്റെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് കൂടിയാണ് ഈ സമയം. മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന കൃത്രിമ കൂട്ടുകളോ ഫുഡ് കളേഴ്സോ ഒന്നും ചേർക്കാത്ത അഫ്യോഷിപ്പിന്റെ സ്പെഷ്യൽ പിക്കിളാണ്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ഏറ്റവും ഭംഗിയുള്ള കഥകൾ നമ്മൾ ഇന്ന് കണ്ടു. സുവിശേഷങ്ങളിലൂടെ പോയി ആൻഡ് ക്യാഷ് പ്രൈസും കുറെ അധികം സമ്മാനങ്ങൾ നേടി. ഇഷ്ടം സമൃദ്ധിയും സ്ക്രാച്ച് എന്റെ വേദിയിൽ നിന്ന് മെല്ലെ വിട പറയാണ്. അപ്പോൾ പുതിയൊരു അധ്യായം പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പൊ അതുവരേക്കും